ISL പൂരം കൊടിയേറി കഴിഞ്ഞപ്പോൾ മക്കളെ നമ്മുടെ കൂടെ ഉള്ളത് KP രാഹുലാണ്. രാഹുൽ ബ്രോ, വെൽക്കം ടു ന്യൂസ് മലയാളം. താങ്ക് യു. ഇപ്പോൾ ഈ ആളുകളുടെ വരവും പോക്കും ഒപ്പം ഉണ്ടായിരുന്ന പല പ്ലെയേഴ്സും ഇപ്പോൾ വേറെ ഡിഫറെൻറ്റ് ക്ലബ്ബുകളിൽ കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അവരുടെയൊക്കെ നഷ്ടം നമുക്ക് ഒരുപക്ഷെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കപ്പിലേക്ക് എത്താതെ നമ്മളെ തടഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല. എന്താന്ന് വെച്ചാൽ അത് ഈ പറയണ പോലെ ആൾക്കാർക്ക് പുറത്തുനിന്ന് കാണുന്ന ഒരു സ്റ്റോറി അല്ല അകത്ത് നടക്കണത്. ക്ലബിൻ്റെ ചില അവരെ പ്രൊഫഷണൽ പരമായ ഡിസിഷൻസ് അവർക്ക് എടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഒരു ഓണർ ആകുമ്പോൾ ആളുടെ പൈസ ഇറക്കിയിട്ടാണ് ഒരു ക്ലബ്ബ് വാങ്ങണേ. ഇപ്പം ഞാനൊരു ക്ലബ്ബ് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളോട് നോക്കണ്ടേ. അപ്പോൾ തീർച്ചയായും അവരുടെ ഐഡിയാസ് അവരുടെ മനസ്സിലുണ്ടാവും. അതിനൊരിക്കലും ഒരാൾക്കൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായും ക്ലബിനെ സ്നേഹിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട്. പക്ഷേ പുറത്തുനിന്ന് നോക്കണ പോലെ അത്ര എളുപ്പമല്ല ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. അത് പല കാര്യങ്ങളും അവർ അറിയണില്ല, ഒരു 90%. പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട്, TV ചാനൽസ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്ക്രീനിൻ്റെ മുന്നിലിരുന്ന് എന്ത് വേണമെങ്കിൽ സംസാരിക്കുക എന്നുള്ളൊരു തോന്നലായി തുടങ്ങി. ആർക്കും ആരെ വേണമെങ്കിലും എന്തും പറയാം. പിന്നെ ഞാനിപ്പോൾ ഒരു 6 കൊല്ലം ഈ ക്ലബ്ബിൽ ഇരുന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫുട്ബോൾ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ വിമർശിക്കുന്ന ആൾക്കാരെയൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഈ ക്ലബിന് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള ഫാൻസുമാരെ കണ്ടിട്ടുണ്ട്. ഞാൻ അവരെ സത്യമായിട്ടും അവരെ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഈ ക്ലബിന് വേണ്ടി ഇത്ര കൊല്ലം 10 കൊല്ലം ക്ലബിന് വേണ്ടി ലോയലായിട്ട് നിന്ന ദ മോസ്റ്റ് ലോയൽ ഫാൻസാണ് നമ്മുടെ ക്ലബിനുള്ളത്. എന്താണെന്ന് വെച്ചാൽ 10 കൊല്ലം കളിച്ചിട്ടും ഒരു ട്രോഫി ഇല്ല. 3 വട്ടം നമ്മൾ ഫൈനലിൽ പോയി. എന്നിട്ടും നമ്മുടെ ക്ലബിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഫോർ മീ ദ ട്രൂ ഫാൻസ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നന്നായി എല്ലാ കാര്യങ്ങളും പോകുമ്പോൾ എല്ലാവർക്കും എൻ്റെ കൂടെ നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ക്ലബിൻ്റെ കൂടെ നിൽക്കാൻ പറ്റും. പക്ഷെ പൊട്ട സമയത്ത് നമ്മുടെ ഒപ്പം ആര് നിൽക്കണോ, അത് ക്ലബിൻ്റെ ഇതിൽ മാത്രമല്ല ജീവിതത്തിലും അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കളും യഥാർത്ഥ മനുഷ്യരെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് ടു ഈസി. എല്ലാം നന്നായി പോകുമ്പോൾ ആൾക്കാർക്ക് കൂടെ നിൽക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ അത്രയും എന്താ പറയുക കഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അത്രയും ഒരു പൊട്ട സമയത്തൂടെ കടന്നു പോകുമ്പോൾ ആരൊക്കെ അവിടെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അവരാണ് യഥാർത്ഥ സപ്പോർട്ടേഴ്സ് എന്നാണ് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ കാണുന്നത്. സോ വി ഹാവ് സം മോസ്റ്റ് ലോയൽ ഫാൻസ്. വളരെ കുറച്ചേ ഉള്ളൂ. അവർക്ക് വേണ്ടി ഞാൻ വളരെ ഹാപ്പിയാണ്. ISL തന്നെ നമുക്ക് ഫോറിൻ പ്ലെയേഴ്സും ഉണ്ട്, ഇന്ത്യൻ പ്ലെയേഴ്സും ഉണ്ട്, ഇൻഡിജിനിയസ് പ്ലെയേഴ്സും ഉണ്ട്. പക്ഷെ ഇവരുടെ കോംബോ എപ്പോഴും നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് ഇന്ത്യൻ പ്ലെയേഴ്സിന് കിട്ടേണ്ട സാഹചര്യം ഇല്ലേ ടീമുകളിൽ, അല്ലെങ്കിൽ പുതിയൊരു നിയമമാറ്റം വരുന്നു, പുതിയ ഓരോ തവണയും ഇതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ലീഗൽ ടേംസ് റീഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? കുറച്ചുകൂടി നമുക്ക് നമ്മളെ ഫോക്കസ് ചെയ്യണം എന്നൊരു തോന്നലുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ അല്ല, എൻ്റെ ഒരു അറിവിൽ പുറത്തത്തെ ലീഗുകളിലൊക്കെ 3 ഫോറിനേഴ്സേ കളിക്കുള്ളൂ ഒരു ടീമിൽ. പാടുള്ളൂ. ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ യൂറോപ്പിലത്തെ എല്ലാ പ്ലേയേഴ്സും കളിക്കാം. പക്ഷേ യൂറോപ്പ് ഇട്ടുള്ള കോണ്ടിനെന്റിലേക്ക് അതിൽ നിന്ന് 3 പ്ലേയേഴ്സിനെ മാത്രമേ കളിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ അത് 4 ആയി. മുന്നേ അത് 6 ആയിരുന്നു, 5 ആയി, ഇപ്പം 4 ആയി. അതെന്താ, ഒരു 11 കളിക്കുന്ന ഒരു പ്ലേയേഴ്സിൽ നമ്മൾ ഫോറിനർ 6 പേര് കളിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വെറും 4 പ്ലേയേഴ്സിന് ഒരു ടീമിൽ ഇടം നേടാൻ പറ്റുള്ളൂ. ആലോചിച്ച് നോക്ക്. അപ്പോൾ എത്രമാത്രം ചാൻസുകൾ അവിടെ പോകുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ ഡെവലപ്പ് ആവണമെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സിനെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. അത് ഏത് കണ്ണിലൂടെ കാണുന്നു, ആൾക്കാർക്ക് എൻ്റർടൈൻമെൻ്റ് ആണോ വേണ്ടേ, അതോ നമ്മുടെ ഫ്യൂച്ചർ ആണോ വേണ്ടേ എന്നുള്ളൊരു ഡിസിഷനാണ്. അത് ആൾക്കാർ തന്നെ തീരുമാനിക്കണം. അത് അതിനായുള്ള വ്യക്തികൾ തീരുമാനിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കൺട്രി നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിവിടെ ടാക്സ് പേ ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രി മുന്നിലാവണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും വേണം. എന്നാൽ മാത്രമേ നമ്മൾ ഡെവലപ്പ് ആവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും അങ്ങനത്തെ രീതിയിൽ കാണുകയാണെങ്കിൽ തീർച്ചയായും കൂടുതൽ ഇന്ത്യൻ പ്ലേയേഴ്സിന് ചാൻസ് വേണം. പിന്നെ എന്താ പറയുക, Under 21 അങ്ങനത്തെ പ്ലേയേഴ്സിന് ഇൻക്ലൂഡ് ചെയ്യാനുള്ള റൂൾസ് ഒക്കെ വരണം. എന്നാൽ മാത്രമേ നമ്മൾ ഇമ്പ്രൂവ് ആവുള്ളൂ. അല്ലാണ്ട് ആൾക്കാർ 10 കൊല്ലം കഴിഞ്ഞിട്ട് എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യും, ഇന്ത്യ എന്തുകൊണ്ട് വേൾഡ് കപ്പ് കളിച്ചില്ല, എന്നിട്ട് നമ്മളെ കുറേ ചീത്തയും കാര്യങ്ങളും. പക്ഷെ അവർ ഇതുവരെ ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു സ്റ്റേഡിയം ഇല്ല, മര്യാദയ്ക്കുള്ള ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ല എന്ന് ആരും ചോദിക്കണില്ല. ഇന്ത്യ എന്തുകൊണ്ട് കളിച്ചില്ല എന്ന് മാത്രമേ ആൾക്കാർ നോക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഫുട്ബോൾ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അവരിങ്ങനെ കിടന്ന് സംസാരിക്കും ഒന്നും അറിയാണ്ട്. കുറെ കഥകളും പ്രചരിക്കുന്നുണ്ട്. രാഹുൽ ബ്രോ ഇത് ഈ സീസൺ കഴിഞ്ഞോടുകൂടിയിട്ട് ബ്ലാസ്റ്റേഴ്സ് വിടാൻ പോവുകയാണെന്നൊക്കെ ഉള്ള റൂമേഴ്സ് വലിയ രീതിയിൽ പരക്കുന്നുണ്ട്. അല്ല, എനിക്ക് ബ്ലാസ്റ്റേഴ്സ് വിടാണെങ്കിൽ എനിക്ക് മുന്നേ വിടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ ഞാൻ ഇക്കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ഡിസിഷൻ വന്നതാണ് ക്ലബ്ബ് വിട്ട് പോകാനുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് ഇവിടെ കളിച്ച് മര്യാദയ്ക്കൊന്ന് കളിച്ചിട്ടായാലും ഇപ്പം ഇനി പോവുകയാണെങ്കിൽ കൂടെ ഒന്ന് നന്നായി ചെയ്തിട്ട് പോകണമെന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ അത്രയും സ്നേഹിക്കുന്നില്ല ഫുട്ബോളിനെ. നമുക്ക് പേഴ്സണലി നന്നായി കളിക്കാൻ പറ്റാണ്ടായ ആൾക്കാർ പറയണതായിട്ട് കൂടുതൽ വിഷമം സ്വയം വരും. എന്താ വെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു രീതിയിൽ. ഇപ്പം നമ്മളായാലും ചേട്ടനായാലും ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നന്നായി ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിൽ വിഷമാവില്ല. അതുപോലെ നമ്മൾ അത്രമാത്രം ഫുട്ബോൾ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നന്നായി ഒന്ന് ചെയ്യണം എന്നുള്ള ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ട്. അപ്കമിങ് ഗെയിംസ്, അതിൻ്റെ ഒരു സ്ട്രാറ്റജി, അതിൻ്റെ പ്രാക്ടീസസ് ഒക്കെയാണ് അടുത്തൊരു വിഷയം. ഞായറാഴ്ച നമുക്ക് കളിയുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രോഗ്രസ്? ഫസ്റ്റത്തെ മാച്ച് തോറ്റു. തീർച്ചയായും ഹാപ്പി ആയിരുന്നില്ല ആരും. കുറേ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതെല്ലാം മറക്കണം. ഇനി അടുത്ത മാച്ചിലോട്ട് പോവാണ്. എല്ലാവരും ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിരന്തരമായി ട്രെയിനിങ് ഗ്രൗണ്ടിലുണ്ട്. ഞങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുന്നുണ്ട്.
എല്ലാ മാച്ചിനും പോലെ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ കൂടെ തന്നെയാണ് ഞങ്ങൾ അടുത്ത മാച്ചിനും പോണത്. അപ്പോൾ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് മനസ്സിൽ, എല്ലാ പ്ലേയേഴ്സിനും. ഇപ്പം നമ്മുടെ ഫാൻസ് മിസ്ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അവർ ചിലപ്പോൾ ഇമോഷണൽ ആവുന്നു, അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്നു, നിരാശ പ്രകടിപ്പിക്കുന്നു. പക്ഷേ നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ തന്നെ അവർ വലിയ രീതിയിൽ വിമർശിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് നമ്മളിൽ നിന്നും പോയ ആളുകൾ, നേരത്തെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ നമ്മളോട് വളരെ അടുപ്പം ഉണ്ടായിരുന്നവർ പിന്നീട് നമ്മുടെ കടുത്ത വിമർശകരായി മാറുന്നു. സോ വെൻ യു സീ ഓൾ ദീസ് തിങ്സ് എന്താണ് തോന്നാറ്? ഒന്നും തോന്നാറില്ല ഇപ്പോൾ. ഇതെല്ലാം തോന്നിയിരുന്നു ആദ്യം, പക്ഷെ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും തോന്നാറില്ല. മെച്യൂരിറ്റി വന്നു. മെച്യൂരിറ്റി വന്നതല്ല, മെച്യൂരിറ്റി വരുത്തി എല്ലാവരും കൂടെ. എന്നെ അങ്ങനെ ആക്കി ഇപ്പോൾ ഞാൻ ഇവിടെയും മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആണ്. എന്നെ ആർക്കും വാക്കുകൊണ്ടോ വർത്താനം കൊണ്ടോ നോവിക്കാനാവില്ല. ഇനി അവർക്ക് നോവിക്കണമെങ്കിൽ എൻ്റെ ശരീരത്തിൽ തൊടണം. അല്ലാണ്ട് എനിക്കൊരു നോവ് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറല്ല. അത്ര വിമർശനം ഏറ്റുവാങ്ങിയിട്ട് പിന്നെ അത് മനസ്സിലാക്കി അതിൽ കൂടെ കടന്നു പോയി അത്രയും സ്ട്രോങ് ആയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് ഈ നിലയിൽ എത്തണ്ടെങ്കിൽ ഞാൻ ഇന്നലെയും കൂടെ എൻ്റെ ഒരു ഫ്രണ്ട്സാണ്. ഞാൻ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല. അതുകൂടെ എന്നെ ഭയങ്കരമായിട്ട് ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ സത്യം പറയാൻ വെച്ചാൽ. എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തൊരു കാര്യം ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കിയെന്നാണ്. ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു നാലഞ്ച് മാസമായിട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊരു സ്റ്റോറി ഇടും, ആ ആപ്പ് ഡിലീറ്റ് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സത്യം ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അവർ എഴുതുന്നതും നെഗറ്റിവിറ്റി ഒന്നും എൻ്റെ ഇതിലേക്ക് എത്തണത് ചില ഫ്രണ്ട്സ് ചില സമയത്ത് ഞാൻ അവരെയും ചീത്ത പറയും. എനിക്കിത് അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്നോട് ഒന്ന് പറയേണ്ട ആവശ്യമില്ല. അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്നു, അവരെന്താ അങ്ങനെ പറഞ്ഞെങ്കിൽ ആദ്യം. പക്ഷെ ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇവർ പറഞ്ഞിട്ടാണോ നമ്മൾ നാളെ ജീവിക്കേണ്ടി വരിക? നാളെ റോട്ടിൽ കൂടെ പോകുന്ന ആൾ പറയണ പോലെ ഞാൻ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അതിനു വേണ്ടിയാണോ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കണേ? എൻ്റെ വീട്ടിലൊരു സാഹചര്യം വരുമ്പോൾ, എൻ്റെ വീട്ടിലൊരു കഷ്ടപ്പാട് വരുമ്പോൾ ഈ ആൾക്കാരെന്നെ സഹായിക്കുന്നുണ്ടോ? ഇല്ല. ഞാനൊരു പെയിനിൽ കൂടെ കടന്നു പോകുമ്പോൾ ആൾക്കാർ സഹായിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നാളെ ഒരാൾ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ ഞാനത് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ എടുക്കണ പോസിറ്റിവിറ്റി എന്താണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് ലോയൽ ഫാൻസ് ഉണ്ട്. അവർ പറയണത് എനിക്കത് മനസ്സിലാവാൻ പറ്റും. അവർ പറയണത് ഞാൻ കേൾക്കും. അവർ വിമർശിച്ചാൽ നല്ല രീതിയിൽ ഞാൻ എടുക്കും. എന്ന് വെച്ചാൽ അവർ പറയണത് ഞാൻ നന്നായി ചെയ്യാനായിട്ടാണ്. എൻ്റെ ഒരു നല്ലത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ആ കണ്ണുകൊണ്ട് കാണുന്നതാണ്. പിന്നെ ഞാൻ എടുക്കുന്ന ആൾക്കാർ, മുന്നിൽ കളിച്ചു പോയ പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഫുട്ബോൾ അറിയണ ആൾക്കാർ പറഞ്ഞാൽ ഞാനത് തീർച്ചയായും എൻ്റെ കാതുകൾ കൊടുത്ത് ഞാനത് കേൾക്കും. എന്താ വെച്ചാൽ അവർ കളിച്ചിട്ടുണ്ട്, അവർക്ക് ഫുട്ബോൾ എന്താണെന്ന് അറിയാം. പിന്നെ ചേട്ടനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഞാൻ ഏതെങ്കിലും ഒരു ഫുട്ബോളേഴ്സ് ഇതുപോലെ കമൻറ്റ് ചെയ്തിട്ടോ ബാഡായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാണില്ല. ഈ ഫുട്ബോളിലുള്ള വർക്ക് ചെയ്ത ആൾക്കാരും ഫുട്ബോൾ എന്താണെന്ന് പറയുന്ന ആൾക്കാർ സംസാരിക്കില്ല. അപ്പോൾ ഈ പുറത്തത്തെ ആൾക്കാർ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാമല്ലോ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഒരു ക്ലബിനെ സ്നേഹിക്കുന്നുണ്ട് തീർച്ചയായും, പക്ഷെ അവർക്ക് ഇതിനകത്ത് എന്തുമാത്രം കാര്യങ്ങൾ വേറെ ഉണ്ടെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ആ കാര്യം എൻ്റെ മനസ്സിൽ നിന്നേ വിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർക്ക് എന്നെ നോവിക്കണമെങ്കിൽ എൻ്റെ ശരീരത്തിൽ തൊടേണ്ടി വരും. പക്ഷെ മെൻ്റലിയോ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ എഴുത്തുകൊണ്ടോ ഒരിക്കലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അത്രയും മെൻ്റലി സ്ട്രോങ് ആണ്. ഫൈനലി ഫോർ ദ ഫാൻസ്, ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് പറയാനുള്ളത് എന്താ? ഞാൻ നേരത്തെ എനിക്ക് എല്ലാ ഫാൻസിനോടും പറയാനില്ല. ഞാൻ പറയാനുള്ളത് ഓൺലി ടു ലോയൽ ഫാൻസ്. അവരോട് മാത്രം. നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തുമാത്രം നിരാശപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളും നിരാശപ്പെട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഫൈനലിൽ എത്തി കളിച്ചൊരു വ്യക്തിയാണ് ഞാനും. അപ്പോൾ അതിനുള്ള സങ്കടവും വിഷമവും ഫ്രസ്ട്രേഷനും എല്ലാം ഞങ്ങളുടെ മനസ്സിലും ഉണ്ട്. പക്ഷെ ഇത് ഫുട്ബോളാണ്, അതിൻ്റെ ഉള്ളിൽ കുറേ ഇമോഷൻസ് ഉണ്ട്. പിന്നെ ഞങ്ങളതിനെ സ്നേഹിക്കണം. അപ്പോൾ എന്താ പറയുക, ഇതൊരു ഹരമാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ജയിക്കാണ്ടാവുമ്പോഴുള്ളൊരു ബാഡ് ഫീലിംഗ് മാത്രമേ ഉള്ളൂ. ജയിക്കണം എന്നുള്ള ആഗ്രഹത്തോണ്ടാണ് ഞങ്ങൾ ഈ സീസണൊക്കെ കാണുന്നത്. പോസിറ്റീവാണ്. കോച്ചിങ്ങും പ്ലെയേഴ്സും എല്ലാവരും. നെഗറ്റീവ് എന്നൊരു വേർഡേ ഇവിടെ വരുന്നില്ല. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സീസൺ അടിപൊളിയാകട്ടെ. ഫുൾ പോസിറ്റീവിൽ, ഫുൾ ഹാപ്പി മൂഡിൽ. താങ്ക് യു. ഇത്തവണ കിരീടം നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരട്ടെ. താങ്ക് യു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.